തുറന്നു വെച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ട് അവിടുത്തെ ആരാധിക്കാം, അവിടുത്തെ സ്തുതിക്കാം, അവിടത്തേക്ക് നന്ദി പറയാം. യേശുവേ ആരാധന ആരാധന ആരാധന. സ്തുതിക്കുന്ന യേശുവേ നന്ദി പറയുന്ന കർത്താവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. സ്തുതിക്കുന്ന നന്ദി പറയുന്ന യേശുവേ താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സ്നേഹം നമുക്ക് ഹൃദയത്തിൽ ഈ നിമിഷം അനുഭവിക്കാനായി നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് തുറന്നു വയ്ക്കാം. സങ്കീർത്തനം 34:8 കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. മറ്റാരും പറഞ്ഞിട്ടല്ല ഞാൻ അറിയേണ്ടത്, വേറെ ഒരിടത്തു നിന്നുമല്ല ഞാനിത് കേൾക്കേണ്ടത്. കർത്താവ് നല്ലവനാണെന്ന് നീ രുചിച്ച് അറിയുവിൻ. കർത്താവ് നല്ലവനാണെന്ന് നീ അനുഭവിച്ചറിയുവിൻ. നിൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈശോയുടെ സ്നേഹത്തിൽ അമരാൻ നിനക്ക് ഈ നിമിഷം സാധിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ഈശോയുടെ ഹൃദയത്തോട് ഈ നിമിഷം നമുക്ക് ചേർത്ത് വയ്ക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പാപികളായ രോഗികളായ അശരണരായ ബലഹീനരായ നമ്മളോട് അവിടുന്ന് കാണിക്കുന്ന അളവറ്റ കരുണയെ നമുക്കൊരു നിമിഷം ഓർക്കാം. ദൈവം എത്രമാത്രം സ്നേഹത്തോടെയാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. ആ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റട്ടെ. ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് പറ്റട്ടെ. കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ ഒരു നിമിഷം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കാം. അവിടെ നിൻ്റെ സ്നേഹമാണെന്ന് നമ്മളിപ്പോൾ പാടിയില്ലേ? അവിടെ നിൻ്റെ സ്വന്തമാണെന്ന് നമ്മളിപ്പോൾ പാടിയില്ലേ? ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. എൻ്റെ ഈശോയുടെ സ്വന്തമാണ് ഞാൻ എൻ്റെ ഈശോയുടെ സ്വന്തമാണ്. കർത്താവേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. പ്രിയമുള്ളവരെ, ഏതൊരു നിമിഷവും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ദൈവം ഇത്രയേറെ എന്നെ സ്നേഹിച്ചിട്ടും ഇത്രയേറെ കാരുണ്യവാനായിട്ടും എൻ്റെ ജീവിതത്തിൽ ചില അനിഷ്ടമായ, വേദനിപ്പിക്കുന്ന, ഞെരുക്കുന്ന, കഷ്ടത നിറഞ്ഞ അനുഭവങ്ങളെ ദൈവം എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നത്? പ്രിയമുള്ളവരെ, നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ അറിയണം. ഇസ്രായേൽ ജനത്തോട് വചനം ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്. എന്തുകൊണ്ടാണ് കഷ്ടത നിറഞ്ഞ, ശൂന്യത നിറഞ്ഞ, ഒറ്റപ്പെടലിൻ്റെ വേദനകളിലൂടെ എല്ലാ തരത്തിലുള്ള ഞെരുക്കങ്ങളും സങ്കടങ്ങളും അനുഭവിക്കുന്ന ആ മരുഭൂമിയിലൂടെ ദൈവം ഇസ്രായേലിനെ നയിച്ചത്? ഇസ്രായേലിനെ നയിക്കാൻ ദൈവത്തിന് ഒത്തിരിയേറെ വഴികളുണ്ടായിരുന്നു. ആ മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോകണമെന്നൊരു നിർബന്ധമില്ലായിരുന്നു. പിന്നെ എന്തിനാണ് കർത്താവ് ആ മരുഭൂമിയിലൂടെ, ദൈവം ആ മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ നയിച്ചത്? പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവരൊരു രൂപപ്പെട്ട ഒരു രാജ്യമോ ഒരു ജനതയോ ഒന്നും ആയിരുന്നില്ല. അവർ ഒരു കൂട്ടം ആളുകളായിരുന്നു. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തേക്ക് ഓടിയിറങ്ങിയ, കിട്ടിയ ചാൻസിന് ഈജിപ്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരു കൂട്ടം ആളുകളായിരുന്നു ഇസ്രായേൽ ജനം. വർഷങ്ങളായിട്ട് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിയവേ തങ്ങളെ തന്നെ അവർ മറന്നു. ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അവർ എങ്ങനെയായിരിക്കണം ദൈവവുമായിട്ടുള്ള ബന്ധമെന്ന് അവർ മറന്നു. അങ്ങനെ പലതരത്തിലും അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുക അനിവാര്യമായിരുന്നു.
അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാനായിട്ട് കർത്താവ് തിരഞ്ഞെടുത്ത നാളുകളായിരുന്നു ആ 40 വത്സരം മരുഭൂമിയിലൂടെയുള്ള യാത്ര. അവരുടെ എല്ലാ ജീവിത മേഖലകളെയും കർത്താവ് ഇങ്ങനെ ഒരുക്കുമായിരുന്നു. കാലങ്ങൾ കൊണ്ട് ഒരു പുഴ ഒരു കല്ലിനെ നല്ല മിനുസമുള്ളൊരു ഉരുളങ്കല്ലായിട്ട് മാറ്റുന്നത് പോലെ പയ്യെ പയ്യെ ഇസ്രായേലിനെ ദൈവം മറ്റുള്ള വിജാതീയരിൽ നിന്ന്, മറ്റുള്ള വിഗ്രഹാരാധനകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന, ദൈവത്തെ അനുഭവിക്കുന്ന, ദൈവത്തിൻ്റെ കരസ്പർശം അറിയുന്ന, ദൈവം നൽകിയ ജീവിത അനുഭവങ്ങളെക്കുറിച്ച് പറയാൻ വ്യക്തിപരമായ ജീവിത അനുഭവങ്ങളുള്ള, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ഒരു ജനതയായിട്ട് ഇസ്രായേലിനെ അവിടുന്ന് രൂപപ്പെടുത്തുമായിരുന്നു. അവരുടെ ഉള്ളിലുള്ള എല്ലാത്തരം മ്ലേച്ഛതകളെയും അശുദ്ധിയെയും പാപവാസനകളെയും ദൂരെ അകറ്റുവാൻ ഈ ഒരു രൂപീകരണത്തിൻ്റെ ഫോർമേഷൻ്റെ സമയം ആവശ്യമായിരുന്നു. അതുകൊണ്ട് വചനം പറയാണ്, എന്തിനാണ് കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താൻ. പലപ്പോഴും ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ നമുക്ക് പറ്റുന്നൊരു മിസ്റ്റേക്ക് ഇതാണ്. എല്ലാത്തിൻ്റെയും നിയന്ത്രണവും എല്ലാത്തിൻ്റെയും അധികാരവും ജീവിതത്തിൽ നമ്മുടെ കയ്യിലാണ് നമ്മൾ വിചാരിക്കും. ഞാൻ ജീവിതത്തിൽ നേടിയതൊക്കെ എൻ്റെ അധ്വാനം കൊണ്ടാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ്, എനിക്കുള്ള ഈ ജീവിത സുഖങ്ങളൊക്കെ എൻ്റെ അവകാശമാണ് തുടങ്ങിയ പല ചിന്തകളിലേക്കും ചിന്താഗതികളിലേക്കും നമ്മൾ വീണുപോകും. അത്തരമൊരു സാഹചര്യത്തിൽ വചനം ഓർമ്മപ്പെടുത്തുവാണ്, കർത്താവ് ഒരു പക്ഷേ ഞെരുക്കങ്ങളിലൂടെ നിന്നെ കടത്തിവിടുന്നത്, മരുഭൂമി അനുഭവങ്ങളോട് നിന്നെ കടത്തിവിടുന്നത് എല്ലാം ദൈവത്തിൻ്റെ കീഴിൽ നീ താഴ്മയോടെ നിൽക്കേണ്ട ഒരു വ്യക്തിയാണ് നിന്നെ ഓർമ്മപ്പെടുത്താൻ. നിൻ്റെ ജീവിതത്തിൽ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ നിൻ്റെ അധികാരവും നിൻ്റെ പവറും. ഇതിനപ്പുറത്തേക്ക് ജീവിതത്തിൻ്റെ മേൽ യാതൊരു അധികാരവും നിനക്കില്ല. നീ തനിയെ ഇങ്ങനെ സ്വന്തം കഴിവുകൊണ്ട് വളർന്നു വന്നതല്ല. നീ നിൻ്റെ നിലനിൽപ്പിന് ദൈവത്തോടും ചുറ്റുമുള്ളവരോടുമൊക്കെ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നൊരു വ്യക്തിയാണ് എന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ദൈവം നിന്നെ ചില ഞെരുക്കമുള്ള അനുഭവങ്ങളിലൂടെ കടത്തിവിടും. ആ ഞെരുക്കമുള്ള അനുഭവങ്ങളിൽ നമ്മൾ ദൈവത്തെ വിളിക്കുന്നതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ദൈവമേ, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് നിൻ്റെ സഹായം വേണം എന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്, എന്നൊരു അവബോധത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടും. ജീവിതത്തിൻ്റെ സുഭിക്ഷതയിലും ജീവിതത്തിൻ്റെ സുഖങ്ങളിലുമൊക്കെ ഈ ദൈവത്തെ വിളിക്കേണ്ട ആവശ്യകത ഒരുപക്ഷെ ഒരാൾ ഓർത്തൊന്നു പോലും വരില്ല. എന്നാൽ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, നിസ്സഹായതയുടെ നിമിഷങ്ങളുണ്ടാകുമ്പോൾ, വേദനയുടെ സങ്കടത്തിൻ്റെ എല്ലാ തരത്തിലുള്ള നൊമ്പരങ്ങളുടെ നിമിഷങ്ങളുണ്ടാകുമ്പോൾ ഒരു വ്യക്തി തിരിച്ചറിയുകയാണ്, ഞാൻ ബലഹീനയാണ്, അശക്തനാണ്, അശക്തയാണ്, എനിക്ക് ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു എളിമപ്പെടൽ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും ആഴത്തിൽ അനുഭവിച്ചറിയുന്നത് ഞെരുക്കങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴാണ്. പിന്നെയും വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുവാണ്, നിന്നെ പരീക്ഷിച്ച് നിൻ്റെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാൻ കർത്താവ് 2 കാര്യം ഇവിടെ നോക്കുന്നുണ്ട്. ഒന്ന്, നീ ഏതു നിമിഷവും കൽപ്പനകൾ പാലിക്കുമോ ഇല്ലയോ എന്നറിയണം. സുഖങ്ങളുടെ സമയത്ത്, സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയത്ത് നീ കൽപ്പനകൾ പാലിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിൽ ഞെരുക്കങ്ങളുണ്ടാകുമ്പോൾ, സങ്കടങ്ങളുണ്ടാകുമ്പോൾ, കഷ്ടപ്പാടുകളുണ്ടാകുമ്പോഴും നിലവിട്ട് പാപത്തിൻ്റെ വഴികളിലൂടെ ആശ്വാസം കണ്ടെത്താൻ നോക്കാതെ ഏതൊരു കഷ്ടപ്പാടിലും നീ കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുമോ ഇല്ലയോ എന്നുള്ളൊരു പരീക്ഷണങ്ങൾ കൂടിയാണ് ഈ ഒരു ഞെരുക്കത്തിൻ്റെ കാലഘട്ടം. ഇസ്രായേൽ ജനം 40 വർഷം മരുഭൂമിയിലൂടെ കടന്നു പോയപ്പോഴും ദൈവം അവരെ അഭ്യസിപ്പിച്ചത് ഈ കൽപ്പനകൾ പാലിക്കുന്ന ഒരു ജനമായിട്ട് നടക്കാനാണ്. വിജാതീയരിൽ നിന്ന് വ്യത്യസ്തരായിട്ട്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തരായിട്ട് ദൈവികമായ കൽപ്പനകൾ പാലിക്കുന്ന ഒരു ജനതയായിട്ട് അവർ മാറണം. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും കറതീർന്ന ശുദ്ധിയുള്ള ഒരു ദൈവജനമായിട്ട് മാറാൻ, ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് മാറാൻ ദൈവം ആ ഞെരുക്കത്തിൻ്റെ കാലങ്ങളിലൂടെ എന്നെ കടത്തിവിട്ടിട്ട് എന്നെ പഠിപ്പിക്കുവാണ്. ഓരോ നിമിഷവും നീ കൽപ്പനകൾ പാലിക്കുന്നുണ്ടെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട്, ഞെരുക്കങ്ങളിലും കഷ്ടതകളിലും നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുമോ എന്നവിടെ നിന്ന് പരീക്ഷിച്ചറിയാം. സന്തോഷവും സമൃദ്ധിയും ഉള്ളപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന അതരങ്ങളിൽ കഷ്ടപ്പാടിലും വേദനയിലും ദൈവത്തോട് സ്തുതികൾ ഉയരുമോ? നീ സങ്കടപ്പെടുമ്പോൾ, നൊമ്പരപ്പെടുമ്പോൾ നിൻ്റെ അധരങ്ങളിൽ ദൈവസ്തുതികൾ ഉയരുമോ? അതോ നീ ദൈവത്തെ മറന്ന് ഞെരുക്കങ്ങളിലും കഷ്ടപ്പാടുകളിലും സുഖവും സന്തോഷവും തരുന്ന ലൗകികമായതിലേക്കും പാപകരമായതിലേക്കും നീ പോകുമോ? പ്രിയമുള്ളവരെ,
എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ചോദിക്കുന്നതിനുപരി എന്തിനാണ് ഒരു പക്ഷേ എൻ്റെ ദൈവം ഈ ഞെരുക്കങ്ങളിലും സങ്കടങ്ങളും എനിക്കിപ്പോൾ അനുവദിച്ചത്? ഇതിൻ്റെ കാരണം എന്തുമാകാം? ഒരുപക്ഷെ ദൈവമായിരിക്കില്ല, എൻ്റെ കയ്യിലിരിപ്പായിരിക്കാം, അതല്ലെങ്കിൽ ഒരു പരീക്ഷണമായിരിക്കാം, പ്രലോഭനമായിരിക്കാം. എങ്കിലും ഞാൻ കടന്നു പോകുന്ന ഈ ഞെരുക്കത്തിൻ്റെ നിമിഷങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റണം. എന്നിട്ട് ചിന്തിക്കുക, ഈ സമയം ഞാൻ എളിമയോടെ ദൈവത്തിൻ്റെ കരത്തിന് കീഴിൽ നിൽക്കണം. രണ്ട് ഞെരുക്കങ്ങളിലും കൽപ്പനകൾ കൈവിടാതെ, അവയെ ഉപേക്ഷിക്കാതെ കൽപ്പനകൾ പാലിക്കുന്ന ഒരു വ്യക്തിയാകണം. മൂന്നാമതായി, എല്ലാറ്റിലും ഉപരി സമൃദ്ധിയിലും സന്തോഷത്തിലും എന്നതുപോലെ ദുഃഖത്തിലും സന്താപത്തിലും വേദനയിലും ഞെരുക്കങ്ങളിലും പരാജയങ്ങളിലും എൻ്റെ ഹൃദയം ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അപ്പോൾ എൻ്റെ ആ ഒരു പരീക്ഷ ഞാൻ വെന്നിക്കൊടി പാറിച്ച് പാസ്സാകുമ്പോൾ കർത്താവ് എൻ്റെ ജീവിതത്തെ അനുഗ്രഹത്തിലേക്കും ഉയർച്ചയിലേക്കും നയിക്കും. ഇസ്രായേൽ ജനം അതുപോലെ ഒരു രൂപീകരണത്തിൻ്റെയും ഫോർമേഷൻ്റെയും പരീക്ഷണത്തിൻ്റെയും കാലഘട്ടത്തിലൂടെ കടന്നുപോയി. ദൈവം അവരെ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജനമായിട്ട് ദൈവം അവരെ ഉയർത്തി. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തോട് നമുക്കും ചേർന്ന് നിൽക്കാം. അവിടെ നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് കാരണം അന്വേഷിക്കുകയാണെന്ന് നമുക്ക് തിരിച്ചറിയാം. ആ കരങ്ങളിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകമാസങ്ങളുള്ള എല്ലാ പാപികളെ അങ്ങേ കരുണക്കടലിൽ മുക്കിയെടുക്കണമേ. കർത്താവെ, അവിടുത്തെ തിരുസഭയെ വിശുദ്ധീകരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തെ, ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളെ ദേശം നയിക്കുന്ന നേതാക്കളെ, ഗവൺമെൻറ്റിനെ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ. സത്യത്തിലും നേരിൻ്റെ നിറവിലും ഈ രാജ്യത്തെ നയിക്കുവാൻ അനുഗ്രഹിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും നിറയുവാനായിട്ട് അങ്ങ് അനുഗ്രഹിക്കണമേ. പരീക്ഷകൾക്കായിട്ടൊരുങ്ങുന്ന വിദ്യാർത്ഥികളെ, പലതരത്തിലുള്ള പരീക്ഷകൾ, പല മേഖലകളിലെ പരീക്ഷകൾക്കായിട്ടൊരുങ്ങുന്ന വിദ്യാർത്ഥികളെ കർത്താവെ അനുഗ്രഹിക്കണമേ. ജീവിത തടസ്സങ്ങൾ നേരിടുന്നവർ, കടബാധ്യതകൾ തുടങ്ങിയ ജീവിതാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരെ കൈപിടിച്ചുയർത്തണമേ. കർത്താവെ, ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളും അങ്ങേ സന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുസന്നദ്ധിയിൽ അവിടുത്തെ ആശീർവാദം ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. കരങ്ങളെ മാറോട് ചേർത്ത് ശിരസ്സ് നമിച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ കരുണയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ